ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചോക്ലേറ്റ് കേക്കൊക്കെ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ചോക്ലേറ്റ് കേക്കാണ്. ചോക്ലേറ്റിൻ്റെയും കോഫിയുടെയും ഫ്ലേവർ വരുന്ന മൊക്ക കേക്കാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വളരെ സിമ്പിളാണ്, പേര് കേട്ടതുപോലെയൊന്നുമല്ല, വളരെ സിമ്പിളാണ്. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഈ ഒരു മൊക്ക കേക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുത്തതെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് ആദ്യം സ്പഞ്ച് കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കേക്കിൻ്റെ ബാറ്ററിലേക്കായിട്ട് ഒരു 1/4 കപ്പ് ഇളം ചൂടുവെള്ളത്തിൽ 1 ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിലേക്ക് ഒരു 2 സ്പൂണോളം കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇത് നിർബന്ധമാണ് ഈ ഒരു കേക്ക് ചെയ്യുമ്പോൾ. ഇനി നമുക്ക് ഇതിലേക്കായിട്ട് ഒരു 3/4 കപ്പ് മൈദ, അതിലേക്കായിട്ട് ഒരു 1/4 കപ്പ് കൊക്കോ പൗഡറും കൂടി എടുത്തിട്ട് ലെവൽ ചെയ്തെടുത്തതാണ്. അതൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു 1/4 സ്പൂണോളം ബേക്കിംഗ് സോഡയും കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ലപോലെ ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ 2-3 തവണ അരിച്ചെടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ നല്ലപോലെ വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു 8.5 ഇഞ്ചിൻ്റെ ടിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അധികം ഹൈറ്റിൽ ഉണ്ടാവില്ല നമ്മുടെ സ്പഞ്ച് കേക്ക്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഹൈറ്റിൽ വേണമെങ്കിൽ ഒരു 7 ഇഞ്ചിൻ്റെ ടിൻ എടുത്താലും മതി. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഒരു ബട്ടർ പേപ്പർ ആ ഒരു അളവിന് മുറിച്ചെടുത്തിട്ട് അടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ഡ്രൈ ആയിട്ടുള്ള ബൗളിലേക്ക് ഒരു 4 കോഴിമുട്ട ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുട്ടയിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമുക്കിതൊന്ന് ലോ സ്പീഡിൽ ബീറ്റ് ചെയ്യാം. അപ്പോൾ ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിലായിട്ട് നമുക്കൊരു 3/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ 1 കപ്പ് പഞ്ചസാര ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഹൈ സ്പീഡിലിട്ടിട്ട് നല്ല ഫ്ലഫി ആയിട്ട് വരുന്നത് വരെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നല്ലപോലെ ഇതിൻ്റെ കളറൊക്കെ മാറിയതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോഫിയുടെ മിക്സ് ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ലോ സ്പീഡിലിട്ടിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അതുപോലെ തന്നെ ഒരു 1/4 കപ്പിലും കുറച്ച് കുറവായിട്ട് സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ലോ സ്പീഡിൽ വെച്ചിട്ട് തന്നെയാണ് ബീറ്റ് ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ചേർക്കേണ്ടത്. നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന മൈദയും കൊക്കോ പൗഡറൊക്കെ 2-3 ബാച്ചായിട്ട് ചേർത്തിട്ട് ചെറിയ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്തെടുത്തതാണ്. അതിനുശേഷം സ്പാച്ചുല വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്കിത് ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ OTG ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് 180 ഡിഗ്രിയിൽ തന്നെ ഞാനൊരു 35 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഗ്യാസ് സ്റ്റോപ്പിലാണെങ്കിൽ അങ്ങനെ ചെയ്യാം, കുക്കറിൽ ഡയറക്റ്റ് ഒഴിച്ചിട്ട് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ സാധാരണ നിങ്ങൾ ചെയ്യാറ് ആ ഒരു മെത്തേഡിൽ നിങ്ങളിതൊന്ന് ബേക്ക് ചെയ്തെടുക്കുക. അപ്പം ബേക്ക് ആയോന്ന് അറിയാനായിട്ട് നടുവിൽ ഇതുപോലെ ഒരു സ്ക്വയർ വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ ഇതിൽ മാവൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ നന്നായിട്ട് ബേക്കായി എന്നാണ് അർത്ഥം. അപ്പം നിങ്ങൾക്ക് ഏത് രീതിയിലാണ് താല്പര്യം അതുപോലെ ബേക്ക് ചെയ്തെടുത്തതിന് ശേഷം നല്ലപോലെ ചൂടാറാനായിട്ട് മാറ്റി വെക്കുക. അപ്പോൾ ചൂടോടുകൂടി കട്ട് ചെയ്യാനായിട്ട് പാടില്ല. നമ്മൾ നല്ലപോലെ ചൂടാറിയതിന് ശേഷമാണ് ഇത് ഐസിങ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് ചൂടാറാനായിട്ട് മാറ്റിയ ശേഷം ഞാനിവിടെ കുറച്ച് ചോക്ലേറ്റ് ഗനാശ് തയ്യാറാക്കുന്നുണ്ട്. 1/4 കപ്പ് ചോക്ലേറ്റ് ഒരു പാത്രത്തിലിട്ടിട്ട് 1/4 കപ്പ് വിപ്പിംഗ് ക്രീം അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ആയാലും മതി. ഒരു പാത്രത്തിലിട്ടിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ഫ്ലെയിം വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ ബോയിൽ മെത്തേഡിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്നിട്ടത് നല്ലപോലെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചു. ഇനി നമുക്ക് ഷുഗർ സിറപ്പിലേക്ക് 1 കപ്പ് ഷുഗർ സിറപ്പ് തയ്യാറാക്കിയതാണ്. അതിലേക്ക് കുറച്ച് 1 ടീസ്പൂണോളം ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വെച്ചു. അതാണ് നമ്മുടെ ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കേക്ക് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതുപോലെ ആദ്യം സൈഡ്സിലേക്ക് കട്ട് ചെയ്ത് പിന്നെ അകത്തേക്ക് കട്ട് ചെയ്തെടുത്താൽ നമുക്ക് നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടും, നല്ല ലെവലായിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലത്തെ ലെയർ ചെറുതായിട്ട് പൊങ്ങി നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഈ ഒരു കേക്കിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ വിപ്പിംഗ് ക്രീമൊക്കെ ബീറ്റ് ചെയ്ത് സ്റ്റിഫായി കിട്ടാനൊക്കെ ഉള്ള വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ താല്പര്യമാണെങ്കിൽ കണ്ടു നോക്കുക.
അപ്പോൾ ഇത് നല്ല സ്റ്റിഫായതിന് ശേഷം, അത്യാവശ്യം സ്റ്റിഫായതിന് ശേഷം നമുക്കിതിലേക്ക് ചോക്ലേറ്റ് ഗനാഷ് ചേർത്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചോക്ലേറ്റ് ഗനാഷിൽ നിന്ന് ഏകദേശം പകുതിയിലും കുറച്ച് കൂടുതലായിട്ട് ഞാൻ ഈ ഒരു ക്രീമിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി നമുക്ക് കേക്കിൻ്റെ സൈഡിൽ ഡ്രിപ്പ് ചെയ്യാനും മുകളിലായിട്ടും ചേർത്ത് കൊടുക്കാനായിട്ട് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ക്രീം ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ എൻ്റെ കൂടെ ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ ഒരു ടീസ്പൂണോളം ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർത്ത് കൊടുക്കണമായിരുന്നു. അപ്പോൾ ഓവർ ബീറ്റ് ആകണ്ടെന്ന് കരുതി ഞാൻ സ്പാച്ചില വെച്ചിട്ട് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് ലാസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടില്ലായിരുന്നു. അവിടെ എവിടെയായിട്ട് കോഫിയുടെ ഫ്ലേവർ കുറച്ച് കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ നിങ്ങൾ ക്രീം ബീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ കോഫി പൗഡർ കൂടി ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം ഞാനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് കുറച്ച് ക്രീം മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ മുകളിലത്തെ ലെയറാണ് ഞാൻ ഫസ്റ്റിൽ കൊടുക്കുന്നത്. അതിൽ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോഫിയുടെ മിക്സ് ഉണ്ടല്ലോ, കോഫി ഷുഗർ സിറപ്പ്, അത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സാധാരണ മൊക്ക കേക്കിൽ വിപ്പിംഗ് ക്രീം മാത്രമാണ് ചെയ്യാറ്. പക്ഷെ ഞാനിപ്പോൾ കുറച്ച് ചോക്കോ ചിപ്സ് കൂടി ഫില്ലിങ്സ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. കേക്ക് നല്ല സോഫ്റ്റ് കേക്ക് കഴിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്കിങ്ങനെ കടിക്കാനായിട്ട് കുറച്ച് ചോക്കോ ചിപ്സ് കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് ചോക്കോ ചിപ്സ് അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ടാലും മതിയാവും ചോക്ലേറ്റ്. അതുപോലെ തന്നെ ഗനാഷ്, ചോക്ലേറ്റ് ഫ്ലേവർ നല്ലോണം ഇഷ്ടമുള്ളവർക്ക് കുറച്ച് ഗനാഷ് കൂടി ഫില്ലിങ്സിൽ കൊടുക്കാം. അടുത്ത ലെയർ കൂടി സെയിം നേരത്തെ ചെയ്തതുപോലെ തന്നെ ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. ഇതുപോലെ പൈപ്പിംഗ് ബാഗിലാക്കി നമ്മൾ ചെയ്യുമ്പോൾ നല്ല കറക്റ്റ് ലെവലായിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല നീറ്റിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പം നിർബന്ധമൊന്നുമില്ല. എന്നിട്ട് നമുക്ക് ചോക്കോ ചിപ്സ് നേരത്തെ ചെയ്ത പോലെ തന്നെ ചോക്കോ ചിപ്സും അതുപോലെ മൂന്നാമത്തെ ലെയർ കൂടി വെച്ച് കൊടുത്തു. ഇനി നമുക്ക് അതിലും ഷുഗർ സിറപ്പ് ചെയ്ത് വെറ്റ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ക്രീം വെച്ചിട്ട് കവർ ചെയ്തെടുക്കുകയാണ്. സൈഡ്സൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ക്രം കോട്ടിന് ശേഷം ഒന്നുകൂടി നല്ലപോലെ ഒന്ന് ക്രീം വെച്ചിട്ട് കവർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒന്ന് ഫിനിഷ് ചെയ്തതിന് ശേഷം ഞാൻ ഈ റോസറ്റോ നോസിൽ വരയ്ക്കുന്ന ഈ ഒരു നോസിൽ വെച്ചിട്ട് ഒരു ഡിസൈൻ കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഡിസൈൻ ചെയ്തെടുക്കുക. അപ്പോൾ ഒരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ സൈഡിൽ ഡ്രിപ്പ് കൊടുത്തതിന് ശേഷം ഇതുപോലെ വരക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അല്ലെങ്കിൽ നമുക്ക് സൈഡിൽ ചെയ്യുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് നല്ല നീറ്റിൽ ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ സെൻറ്റർ ഭാഗത്തും ഗനാഷ് കൊടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ നമ്മൾ സെൻറ്ററിലും സൈഡിലും കൊടുത്തതിന് ശേഷം ഇതുപോലെ ഫ്ലവർ വരച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഫ്ലവർ വരയ്ക്കുന്ന സ്ഥലത്ത് നമ്മൾ ഗനാഷ് ഫസ്റ്റിൽ കൊടുക്കുമ്പോൾ നമുക്കിത് ഫ്ലവർ ആ ഒരു ഗനാഷിൽ ഒട്ടിക്കിടക്കില്ല. നമ്മൾ ഈ ഒരു നോസിലിൻ്റെ കൂടെ തന്നെ ഇങ്ങോട്ട് പോരും. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് സെൻറ്റർ ഭാഗത്ത് നമ്മൾ ആദ്യം കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. സൈഡിൽ ഡ്രിപ്പ് കൊടുക്കുന്നത് മുന്നേ തന്നെ കൊടുക്കുക. അതിനുശേഷം ഫ്ലവർ വരച്ചിട്ട് സെൻറ്റർ ഭാഗത്ത് ഗനാഷ് കൂടി കൊടുക്കുക. അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഗനാഷ് സ്പ്രെഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് കേക്ക് ഒന്ന് സൈഡിലേക്കൊക്കെ ചെരിച്ചു കൊടുത്തിട്ട് എല്ലാ വശത്തും എത്തുന്ന രീതിയിൽ ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു 3-4 മണിക്കൂറെങ്കിലും നല്ലപോലെ ഒന്ന് തണുപ്പിക്കുക. പിറ്റേ ദിവസം കഴിക്കുമ്പോഴായിരിക്കും കുറച്ച് കൂടുതലായിട്ട് ടേസ്റ്റ്. അപ്പോൾ ഞാൻ പിറ്റേ ദിവസമാണ് ഇത് കട്ട് ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കേക്ക് തന്നെയാണ്. അപ്പോൾ ഇതുവരെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടമായവർ, അതുപോലെ വീഡിയോ ആയവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ കണ്ടില്ലേ, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്ക് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്